ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ പ്രൊപ്പൈസ് UG പ്ലസ്, കേരളാസ് #1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. IIT JAM, CUET, PG, KMAT, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ പ്രൊപ്പൈസ് UG പ്ലസിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹായ് എവ്രിവൺ, എൻ്റെ പേര് അപർണ ജയൻ. ഞാൻ ഇപ്രാവശ്യത്തെ CUET 2022 അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അതെങ്ങനെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയുന്നൊരു വീഡിയോ ആണിത്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ ഇയർ എക്സാം എഴുതിയിരുന്നു. ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, പിന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എക്സാംസ് ലൈക് പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ നോക്കിയിരുന്നില്ല. പിന്നെ A സെക്ഷനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു, കാരണം പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അങ്ങനെ പിന്നെ GK. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് ഇതിനുവേണ്ടി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഗ്യാപ്പ് ഒക്കെ എടുത്തു. അതിനോട് അനുബന്ധിച്ച് ഞാൻ പ്രെപ്വൈസിൽ ജോയിൻ ചെയ്തതാണ്. A സെക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്, പിന്നെ ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി എന്ന് വേണമെങ്കിൽ ഓൾമോസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തത് പ്രെപ്വൈസ് ആണെന്ന് പറയാം. A സെക്ഷൻ ആയിരുന്നു എനിക്ക് ഇത്തിരി ടഫായിട്ട് അന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലൊരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രെപ്വൈസ് ജോയിൻ ചെയ്തത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി എക്സാമിനെ പറ്റി ഡൊമെയിൻ ആണെങ്കിലും A സെക്ഷൻ ആണെങ്കിലും എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. എല്ലാം ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് A സെക്ഷനിൽ വന്നത്. ഫിബിനാച്ചി സീരീസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, റാങ്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ലെവൽ ആണ് വന്നത്. പിന്നെ ഡൊമെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൊമെയിൻ കൂടുതലും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, ആ ഒരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. കൂടുതലും കോമൺ ആയിട്ട് അതായിരുന്നു. അപ്പൊ പ്രെപ്വൈസിനോട് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദിയാണ്. എൻ്റെ ടീമിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു.